Welcome to your online classroom. The last class we were discussing about the profile of Stephen Hawking. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാലൻസ് പോർഷൻ, അതായത് അദ്ദേഹത്തിന് ഒരു ബോർഡർ ലൈൻ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തതിൽ പ്രകാരം അദ്ദേഹത്തിന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിലേക്ക് പോവാം. His first year at Cambridge was worse than at Oxford. His slipshod mathematical background caught up with him, and he found general relatively extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He'd fallen once or twice for no apparent reason. The following autumn at Cambridge, he had trouble tying his shoes, and sometimes he had difficulty talking. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഫസ്റ്റ് ഇയർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സ്ഫോർഡിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഷോർട്ട് മാത്തമാറ്റിക്കൽ, അതായത് തെറ്റ് വരുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ ജനറൽ റിലേറ്റിവിറ്റി മറ്റുള്ള സബ്ജക്ട്സുമൊക്കെ കൂടുതൽ ടഫായിട്ട് ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വലിയൊരു ഡിസാസ്റ്ററസ് ആയിട്ടുള്ള വലിയൊരു ദുരന്തമായിട്ടുള്ളൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തേർഡ് ഇയർ 3-ാം വർഷമായപ്പോഴേക്ക്, ഓക്സ്ഫോർഡിലെ 3-ാം വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ സമയത്തേക്ക് അദ്ദേഹം കൂടുതൽ ക്ലംസി ആവാൻ തുടങ്ങി. ക്ലംസി മീൻസ് ഒരു തരം ഒരു അസുഖമാണ്. അതായത് കുറച്ച് കെയർലെസ് ആവാൻ, അതായത് ശ്രദ്ധയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ കാണപ്പെട്ടു. ഹിഡ് ഫാളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻ്റ് റീസൺ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ 1-2 തവണ വീഴുകയുണ്ടായി. അതായത് എന്തോ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. ദ ഫോളോയിങ് ഓട്ടം അറ്റ് കാംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ് ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫോളോയിങ് ഓട്ടം അടുത്ത ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കാംബ്രിഡ്ജിൽ വെച്ച് അദ്ദേഹത്തിന് തൻ്റെ ഷൂസ് കെട്ടാനും അതേപോലെ തന്നെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യപ്പെട്ടു. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no cure. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം തൻ്റെ 21ാമത്തെ ബർത്ത്ഡേ ആവുന്ന സമയത്തേക്ക് 1963 ഹോക്കിങ്സിന് ഒരു പ്രത്യേകതരം അസുഖം നേരിടേണ്ടി വന്നു. എന്തായിരുന്നു അസുഖത്തിൻ്റെ പേര്? അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിയറോസിസ് എന്ന് പറയുന്ന ഒരു തരം അസുഖം. അതിന് ആ സമയത്ത് മെഡിക്കൽ ക്യൂറൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അസുഖം ഭേദമാവില്ല എന്ന് ഉറപ്പുള്ള തരം അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. അത് തൻ്റെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനും നട്ടലിനൊക്കെയാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷനാണ്. അതിങ്ങനെ പതുക്കെ എന്താവും, ശക്തി പ്രാപിച്ചു വരും. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ടു എ ഡീപ്പ് ഡിപ്രഷൻ. അപ്പോൾ അതറിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു വലിയ വിഷാദത്തിലേക്ക്, അല്ലെങ്കിൽ സങ്കടത്തിൽ, നിരാശയിലേക്ക് പോവുകയുണ്ടായി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹത്തിന് അറിയില്ല എന്ത് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ തൻ്റെ ഭാവി എന്താവുമെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ അസുഖം വന്ന സമയത്ത്. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വർ റാദർ കൺഫ്യൂസ്ഡ്, ഹി അഡ്മിറ്റഡ്. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. തൻ്റെ ഡ്രീംസ്, തനിക്ക് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തായി, കൺഫ്യൂഷനിലായി, ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനായി. ഹി അഡ്മിറ്റഡ്. അദ്ദേഹം ഓർക്കുന്നുണ്ട്, ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. തൻ്റെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന, ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യപ്പെട്ടു. There did not seem to be anything worth doing, but shortly after I came out of hospital, I dreamt that I was going to be executed. അപ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് ആദ്യത്തെ ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ ആരൊക്കെയോ കൂടി ചേർന്ന് കൊല്ലുന്ന പോലെ, അല്ലെങ്കിൽ താൻ വധിക്കപ്പെടുന്നത് പോലെയൊക്കെ തനിക്ക് ഫീൽ ചെയ്യപ്പെട്ടു. I suddenly realized that there were a lot of worthwhile things to do if I were deprived. അപ്പോൾ തനിക്ക് ഭേദമാവുകയാണ് എന്നുണ്ടെങ്കിൽ, അസുഖം മാറുകയാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഭൂമിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. Another recurring dream was the idea of sacrificing my life to save others. After all,
ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. അപ്പോൾ മറ്റൊരു കാര്യം അദ്ദേഹം തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഭേദമാവുകയാണ് എന്നുണ്ടെങ്കിൽ താൻ സാക്രിഫൈസ് ചെയ്തിട്ട് തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കും. അതായത് തനിക്ക് ബാക്കിയായി കിട്ടുന്ന ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ബാക്കിയുള്ളവർക്ക് ഗുണകരമാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുകയാണ് അദ്ദേഹം. ഡോക്ടർ hoped that his condition would stabilize, but the disease aggravated rapidly. ഹോക്കിൻസിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ അസുഖം സ്റ്റെബിലൈസ് ചെയ്യും, അതായത് താൻ സ്റ്റേബിൾ ആവും, ശരിയാവും, അതല്ലെങ്കിൽ ഇനി അസുഖം കൂടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അസുഖങ്ങളൊന്നും കൂടുതൽ വരില്ല എന്നുള്ള റിസൾട്ട്സൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിസൾട്ട്സിനൊക്കെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം അഗ്രിവേറ്റ് ചെയ്തു, അതായത് കൂടിക്കൊണ്ടേയിരുന്നു. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. അപ്പോൾ അങ്ങനെ അസുഖം കൂടുന്ന സമയത്ത് ഡോക്ടേഴ്സ് അദ്ദേഹത്തോട്, ഹോക്കിൻസിനോട് വന്ന് പറയുകയാണ്, ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ലെവലിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ 2 വർഷം കൂടിയേ ഇനി താൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ദ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ് ഹാഡ് സ്ലോഡ്. അസുഖം കൂടുതൽ വ്യാപിക്കുന്നത് കുറയുകയുണ്ടായി. അതായത് അസുഖം കൂടുതൽ വഷളായിട്ടൊന്നുമില്ല, ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് ഡൈ. ഇൻ ഫാക്ട് although there was a cloud hanging over my future. അപ്പോൾ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ താൻ മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ ഒരു ഡേഞ്ചർ, അതല്ലെങ്കിൽ അസുഖം എപ്പോഴും തനിക്ക് മുകളിൽ ഒരു ക്ലൗഡ് പോലെ നിൽക്കുന്നുണ്ട്, ഏത് സമയത്തും ഡേഞ്ചർ ആവാം എന്നുള്ള സിറ്റുവേഷനിൽ. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെറ്റാനിറ്റി വേർ പോസ്റ്റ് പോണ്ട്. അതായത് ഒന്നുകിൽ താൻ മരിക്കും, അതല്ലെങ്കിൽ തനിക്ക് ടോട്ടൽ ഡിസബിൾ ആവും, തനിക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ, ഒന്നുകിൽ മരിക്കും, അതല്ലെങ്കിൽ ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന 2 സിറ്റുവേഷൻസും അധിക ദൂരെയല്ലാതെ തനിക്ക് മുമ്പിലുണ്ട്. അത് കുറച്ചൊന്ന് പോസ്റ്റ് പോൺ ചെയ്തു, അതായത് കുറച്ച് കാലത്തേക്ക് കൂടി നീട്ടിക്കിട്ടി, തൻ്റെ ലൈഫ് കുറച്ച് കാലത്തേക്ക് കൂടി നീട്ടിക്കിട്ടി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രേവ് എ പ്രിക്കോഷ്യസ് ആൻഡ് എ ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രീഷ്യസ്. അപ്പോൾ അങ്ങനെ ഹോക്കിൻസിൻ്റെ അസുഖം കുറച്ച് കാലത്തേക്ക് കൂടി നീട്ടിക്കിട്ടി, അങ്ങനെ അപ്രീഷ്യസ് ആയിട്ടുള്ള ലൈഫ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച്, സെൻറ്റ് ആൽബാൻ എന്ന് പറയുന്ന കോളേജിലെ ന്യൂ ഇയർ പാർട്ടിക്കിടയിൽ വെച്ചാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നത്. ടു ഹെർ ഹിസ് ഡിഷേവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക് ആൻഡ് റാദർ അറോഗൻറ്റ്, ബട്ട് ഹി വാസ് interested and she liked his wit. അപ്പോൾ ആ മീറ്റ് ചെയ്തിട്ടുള്ള ജെയിൻ വേൾഡ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹോക്കിൻസ് ഒരു ബുദ്ധിമാനും അതുപോലെ തന്നെ ഒരു അസാധാരണക്കാരനും ഒരു ഷാഢ്യക്കാരനും ഒക്കെ ഒരു വാശിക്കാരനൊക്കെ ആണ് എന്നായിരുന്നു. അത്രയും വലിയ പഠിപ്പൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഹോക്കിൻസിന് അത്രയും വലിയ നോളജ്, അത്രയും വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് വളരെ ദേഷ്യമൊക്കെ വരുന്ന ആളാവും എന്നാണ് ജെയിൻ വൈൽഡ് വിചാരിച്ചിരുന്നത്. പക്ഷെ അയാളൊരു രസികനായതുകൊണ്ട് തന്നെ അയാളുടെ തമാശകൾ അവൾ ആസ്വദിക്കുകയുണ്ടായി. When Jane met him again after his discharge from the hospital, he was really in a pathetic state. I think he's lost his will to live. He was very confused, she commented. അപ്പോൾ അങ്ങനെ വീണ്ടും ജെയിൻ വൈൽഡ് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്നും ഹോക്കിൻസിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീണ്ടും മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു പാത്തറ്റിക്, അതായത് വളരെ പാവം തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഹോക്കിൻസ് ഉണ്ടായിരുന്നത്. I think he has lost his will to live. He was very confused. അപ്പോൾ ജെയിൻ വൈൽഡ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആശയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവന് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ ഓർക്കുകയാണ്. She commented she was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God ingrained from childhood by her mother, and a belief that good can come out of any adversity.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ജെയിൻ വൈൽഡ് ഒരുപാട് പ്രതീക്ഷകളൊക്കെ അവർക്ക് നൽകുന്നത്. അങ്ങനെയൊക്കെയാണ് പിന്നെ ജെയിൻ വൈൽഡിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒരു അസാധാരണ പെരുമാറ്റവും അതുപോലെ തന്നെ ഇൻഗ്രെയിൻഡ് തൻ്റെ മദറിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായ ഒരുപാട് പ്രതീക്ഷകൾ, ശുഭപ്രതീക്ഷകൾ, ഏത് അഡ്വേഴ്സിറ്റി ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ തന്നെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയൊക്കെ ഉള്ള ആളായിരുന്നു നമ്മുടെ ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത്. Hawking admired her optimism and their friendship developed slowly. After a while, the two began to realize in Jane's words that together he could make something worthwhile. For Stephen, that made all the difference. He applied for a research fellowship at Sears and one of the colleges in Cambridge University. ഹോക്കിൻസിന് ജെയിൻ വൈൽഡിൻ്റെ ആ ഒരു ഒപ്റ്റിമിസം, ആ ശുഭപ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസമൊക്കെ അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹോക്കിൻസിന് അവൾക്കുള്ള അല്ലെങ്കിൽ ജെയിൻ വൈൽഡിനോടുള്ള അഡ്മിറേഷൻ കൂടുകയാണ്. After a while, the two began to realize in Jane's words that together we could make something worthwhile. അപ്പോൾ അങ്ങനെയാണ് അവർ പിന്നീട് ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നത്. For Stephen, that made all the difference. He applied for a research fellowship at Caius, one of the colleges in Cambridge University. അപ്പോൾ അങ്ങനെ അവർ ഇനിയും കൂടുതൽ പഠിക്കണം എന്നുള്ള രീതിയിൽ സ്റ്റീഫൻ എന്ത് ചെയ്യാണ്, ആ ഒരു മാറ്റമൊക്കെ മാറുകയാണ്, തൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റുകയാണ്. ഹി അപ്ലൈഡ് ഫോർ റിസർച്ച് ഫെലോഷിപ്പ്. തന്നൊരു റിസർച്ചിന് വേണ്ടിയിട്ട് കായുസ് എന്ന് പറയുന്ന ഒരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻ 1965, at the age of 23, Hawking received his fellowship at Caius, and in July of the same year, Jane and he were മാരീഡ്. അപ്പോൾ 1965, അതായത് 23 വയസ്സായ സമയത്ത് ഹോക്കിങ്സിന് കായുസ് കോളേജിലെ ഫെലോഷിപ്പൊക്കെ കിട്ടുകയുണ്ടായി. ആൻഡ് ജൂലൈ ഓഫ് ദി സെയിം ഇയർ 1965 ജൂലൈ മാസത്തിൽ ജെയിൻ വൈൽഡിനെ അദ്ദേഹം മാരി ചെയ്യുകയാണ് ഉണ്ടായത്. ലെറ്റ്സ് ഡിസ്കസ് ദ ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബി ഹാപ്പി, സേഫ്, ബൈ.